ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഖില. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടോക്ക് ഷോയുടെ സെഗ്മെൻറ്റ് 1 എപ്പിസോഡ് 1 ആണിത്. ലൈക്ക് ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ലൈക്ക് കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളതെല്ലാം ക്ഷമിക്കുന്നു വിചാരിക്കാം. ആൻഡ് വെൽക്കം. ഓക്കെ, പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. സോ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് കാപ്പി വിത്ത് അഖില. ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ വെറും സാമ്യം മാത്രമാണ്, അല്ലാതെ ഒഫീഷ്യലായിട്ട് ഒരു ഇൻട്രോ അല്ലേ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. വെൽക്കം ടു കാപ്പി വിത്ത് അഖില. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എന്തെടുക്കും എന്ന് കുറേ ആലോചിച്ചു. ലൈക്ക് ഫൈനലി ഐ ഡിസൈഡഡ് ഞാനൊരു ജെൻസി കിഡാണ്. അത് പറയുമ്പോൾ ഒരു ജെൻസി കിഡാണെങ്കിലും ഐ ഡോണ്ട് മാച്ച് ദ വൈബ്. പറ്റിയ ഓക്കെ. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ജെൻസി കിഡ്സിനുള്ളിൽ തന്നെ ജെൻസി കിഡ്സ് ലെഫ്റ്റ് ഔട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ലെഫ്റ്റ് ഔട്ട്, അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ എന്താണോ വരുന്നത് അതാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ ഞാൻ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഐ നെവർ മാച്ച് ദ വൈബ് ഓഫ് എ ജെൻസി. എൻ്റെ പ്രായത്തിലുള്ള, അല്ലെങ്കിൽ എന്നെ കണ്ട ഒരു വയസ്സിനുള്ളത് അല്ലെങ്കിൽ ഒരു വയസ്സിന് മുകളിൽ ആയിട്ടുള്ളവരുടെ ഞാൻ അവരുമായിട്ട് ഒരു വൈബും മാച്ച് ചെയ്യാറില്ല. ആൻഡ് എന്നെ പോലെ കുറേ ആൾക്കാർ ഈ സൊസൈറ്റിയിലുണ്ട്. ഇപ്പോൾ കോളേജിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ഉള്ളവരെ. പക്ഷെ ലേബൽ ചെയ്യുമ്പോൾ ജെൻസി ആയിട്ടായിരിക്കും ലേബൽ ചെയ്യാം. ആ പ്രഷർ, ലൈക്ക് ജെൻസി ആണല്ലോ. ആൻഡ് ഉള്ളിനുള്ളിൽ നിങ്ങൾക്ക് തോന്നാം എല്ലാവരും പുറത്തു പോകുമ്പോൾ ജെൻസിയാണ്, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ അങ്ങനെ ഒന്നല്ല. നിങ്ങൾ അവരുമായിട്ട് നിങ്ങൾക്ക് അത്ര വൈബില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ അത്രയും മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ആ വൈബ്, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെയല്ല എന്നുള്ളൊരു ഇത് നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും. അതേസമയം അവർ ലൈഫിൽ കുറേ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ ലൈഫിൽ എല്ലാം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ ലെഫ്റ്റ് ഔട്ടാണ്, നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഇതൊന്നും ഒരു 80% ജെൻസി കിഡ്സിൻ്റെ ഉള്ളിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് ലൈക്ക് ചുറ്റുള്ള ആളുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഫീൽ ആം ഐ ലെഫ്റ്റ് ഔട്ട്, എനിക്ക് ലൈഫിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ സോ we normalized that at the age of 20 they are working, at the age of 18 they are working. So നിങ്ങൾ ആ ഒരു ടൈമിൽ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ എവിടെയൊക്കെയോ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് സൊസൈറ്റി തന്നെ നമുക്ക് അടിച്ചേൽപ്പിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തത്. വീട്ടിൽ നിന്ന് പ്രശ്നമില്ല, ഒന്നുമില്ല, പക്ഷെ സൊസൈറ്റി അല്ലെങ്കിൽ കാണുമ്പോൾ ചുറ്റുപാടുള്ളവരെ കാണാം, ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരും, ആ മെൻ്റൽ സ്ട്രെസ് നിങ്ങൾക്ക് വരും. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ വാച്ച്. ആൻഡ് സംടൈംസ് ഐ ഫീൽ ലൈക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫിലൊരു 100 കാര്യങ്ങളാണുണ്ട്. ആൻഡ് അതിൽ 80% കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വി ഫീൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്കിതൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ എത്തിപ്പെട്ടാൽ അതാണ് നമ്മുടെ ഫെയിലിയർ. അതൊരു ജെൻസി ആയിക്കോട്ടെ, ഒരു മില്ലേനിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആൽഫ ആയിക്കോട്ടെ, ഹൂഎവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ലൈഫിൽ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അതുപോലെ എത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്കോ ആ ഒരു മൊമെന്റിലാണ് നിങ്ങൾ ഫെയിൽ ആവുക. അല്ലാതെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഫെയിൽ ആവുന്നതല്ല നിങ്ങളുടെ റിയൽ ഫെയിലിയർ എന്ന് പറയുന്നത്. When you think that you can't do anything, you are done with whatever you are doing, that's the real failure, I think. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കുറേ കാര്യങ്ങൾ അറ്റ് സെയിം ടൈം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ താല്പര്യമില്ല. എനിക്കൊരു കാര്യം ഇപ്പോൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്താൽ അടുത്തടുത്ത കാര്യങ്ങൾ എനിക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനത്തെ കുറേ മൈൻഡ് സെറ്റുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഫെയിലായി അല്ലെങ്കിൽ ഞാൻ അടുത്ത കാര്യത്തിലേക്ക് അതിപ്പോൾ നടന്നില്ല. ഫോർ എക്സാമ്പിൾ ഈ പോഡ്കാസ്റ്റിൻ്റെ കാര്യം, ഇത് ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ച കാര്യമാണ്. ലൈക്ക് എപ്പോൾ തുടങ്ങാം എന്നുള്ളൊരു സെറ്റപ്പ് വരെ ആയി കഴിയുമ്പോഴത്തേനും ലാസ്റ്റ് ഒന്നും സ്റ്റുഡിയോസിൻ്റെ ഇഷ്യൂ കാരണം അത് മാറ്റി വെച്ചു. അപ്പോൾ അത്രയും അടുത്തെത്തിയിട്ട് ഐ ഫെൽറ്റ് ലൈക്ക് നടക്കും എന്നുള്ളൊരു സെറ്റപ്പ് വരെ എത്തിയിട്ട് നടന്നില്ല. അപ്പോൾ കുറേ ദിവസത്തേക്ക് ഐ വാസ് ലൈക്ക്
ഓ ഞാൻ വിചാരിക്കുന്നത് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിന് മുമ്പ് ഞാൻ വേറെ കുറെ കാര്യങ്ങൾ വിചാരിച്ചു, അതെല്ലാം ഇങ്ങനെ വിചാരിച്ച് മാത്രം നടന്നു. കുറച്ചവിടെ എത്തും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവും. ആ ഒരു സെറ്റപ്പായിരുന്നു എല്ലാ കാര്യങ്ങളും വിചാരിച്ചു. അതിൽ പിന്നെയും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഒരു 20% മാത്രമേ ഉണ്ടാവുള്ളൂ. വിചാരിച്ചു, അത് നടന്നു, ഫുൾ അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ളൊരു സെറ്റപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ആ ഒരു റിജക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോഴും വീഡിയോസ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ അതിനെ എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് നടക്കുന്നില്ല. എനിക്ക് എൻ്റെതായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ എടുത്തോ, എൻ്റെ ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ആക്ച്വലി ഫൈൻ വീഡിയോസ് ഞാൻ ഒരു മാസം കൂടെ അല്ലെങ്കിൽ ഷോർട്സ് ഞാൻ ഇട്ടിട്ട് കുറച്ചായിരിക്കും അല്ല ലാസ്റ്റ് എൻ്റെ വീഡിയോ ഇട്ടു. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും. ലൈക്ക് ഇഫ് യു ആർ ട്രൂലി ഇൻ ദിസ്, ഐ ആം ട്രൂലി ഇൻ ദിസ്. പക്ഷേ എനിക്ക് എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കാനോ അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ളൊരു നിലയിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് താല്പര്യമുള്ള കോണ്ടന്റാണ് ഞാനിതിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് 300 വ്യൂസേ ഉള്ളൂ, ഒരു വീഡിയോയ്ക്ക് 1000 വ്യൂസ് ഉണ്ട്. ഇത് സെയിം ടൈം കൺസേൺ എനിക്ക് ആ ഒരു 300 വ്യൂസും ആ ഒരു 1000 വ്യൂസും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഞാൻ 1000 വ്യൂസ് കിട്ടുമ്പോൾ ഹാപ്പി ആവുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് 300 വ്യൂസേ കിട്ടുള്ളൂ. അയ്യോ ഇതിനെന്താ 300 വ്യൂസ് കിട്ടി എന്ന് ആലോചിച്ച് ഞാൻ ടെൻഷൻ ആവുന്നില്ല. കിട്ടി ഐ എം ഹാപ്പി, കിട്ടിയില്ല ഐ എം ഓൾസോ ഹാപ്പി. അതിൽ സ്റ്റക്കല്ല. സോ മേക്ക് ഷുവർ നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഒരു പോയിന്റിൽ സ്റ്റക്ക് ആവരുത്. അതായത് ഒരു അച്ചീവ്മെന്റ് ആയിക്കോട്ടെ, ഒരു ഫെയിലിയർ ആയിക്കോട്ടെ, അവിടെ സ്റ്റക്ക് ആവാതിരിക്കാം. കുറച്ച് അത് ഒരു പോയിന്റ് കഴിയുമ്പോൾ മാറും. സോ കുറേ കുറേ കാര്യങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇത് കാര്യം നടന്നാൽ അടുത്ത കാര്യത്തിലേക്ക് പോവാം, അത് നടന്നില്ല വേറൊരു കാര്യത്തിലേക്ക് പോവാം. ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇഫ് യു കാൺട്ട് ഫൈൻഡ് എനിത്തിങ്, ക്രിയേറ്റ് യുവർ ഓൺ ഓപ്പർച്യൂണിറ്റി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു ടോക്ക് ഷോ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഐ ട്രൈഡ് ഡൂയിങ് സോ മെനി തിങ്സ് ബട്ട് ദാറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട്. സോ നൗ ഐ എം ക്രിയേറ്റിംഗ് മൈ ഓൺ ഓപ്പർച്യൂണിറ്റി. ഇതെവിടെ വരെ പോകും, എന്താവും എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ എം ലൈക്ക് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാം ഞാൻ എത്ര വലിയൊരു ഇൻട്രോവേർട്ടാണെന്ന്. പക്ഷേ അവൻ ആംബ്രിവേർട്ട്. ബട്ട് യാ, പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഒരാളോട് ഞാൻ അത്ര ക്ലോസ് ആവില്ല, അല്ലെങ്കിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്നെക്കാട്ടിലും എക്സ്ട്രോവേർട്ട് വരാനും ഉണ്ടാവില്ല എന്നുള്ളൊരു സെറ്റപ്പ്. ആ ഒരു ഞാൻ അത്രയും ഇൻട്രോവേർട്ട് ആയൊരു ഞാൻ എന്നെ ഒരു പരിചയമില്ലാത്ത കുറേ ആളുകളുടെ അടുത്ത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, എൻ്റെ വ്യൂ പോയിന്റ് ഷെയർ ചെയ്യുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റാണ്. ആൻഡ് ലൈക്ക് ആസ് എ പേഴ്സൺ ഹു ഇസ് ഡൂയിങ് സോ മെനി തിങ്സ്, വാണ്ട് ടു അച്ചീവ് സോ മെനി തിങ്സ് ഇൻ ലൈഫ്, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ബേബി സ്റ്റെപ്സ് ആണ് ഞാൻ എടുക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും എനിക്കറിയാം എനിക്ക് ഒരു കഥയില്ലാതെ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിച്ച പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. ബട്ട് സ്റ്റിൽ യാ, നിങ്ങൾക്ക് ഈ ഒരു ടോക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് ചെറുതായിട്ടെങ്കിലും മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ ബിലീവ് ദാറ്റ്സ് വൺ തിങ് ഐ അച്ചീവ് ഫ്രം ദിസ് വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവിന് ഞാൻ അത് അച്ചീവ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കും. സോ യാ, അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ടു ഷെയർ യുവർ കമൻറ്റ്സ്, അഭിപ്രായങ്ങൾ പറയാം താഴെ കമൻറ്റ് സെക്ഷനിൽ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേ പ്രോഗ്രസ് ഞാൻ ഇനിയും കുറച്ചും കൂടെ നല്ല നല്ല കാര്യങ്ങൾ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും എന്നുള്ളത്. ഇത് ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് കുറച്ചധികം മിസ്റ്റേക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പാർഡൺ മീ ഫോർ ദാറ്റ്. ആൻഡ് യാ, അടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക റിസർച്ച് ചെയ്ത് ആ ടോപ്പിക്കിനെ പറ്റി കുറച്ച് കൂടുതൽ പഠിച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പം ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ വന്നു ഞാൻ ടക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കില്ല. ആ ഒരു സമയം ഞാൻ വെറുതെ ഇവിടെ ഇരിക്കായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാം. ഞാൻ എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങളാണ്, പിന്നത്തേക്ക് അത് മാറ്റി വെച്ചാൽ എൻ്റെ മൈൻഡിൽ നിന്ന് അതെല്ലാം പറയുകയാണെങ്കിൽ ആ ഒരു ഫ്ലോയിലങ്ങ് വരും എന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ എന്തിനെ പറ്റി വേണം അല്ലെങ്കിൽ എന്തൊരു ടോപ്പിക്കിനെ പറ്റി വേണം എന്നുള്ളതിനെ പറ്റിയിട്ടും എനിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇത് ഷെയർ താഴെ കമൻറ്റിൽ പറയുക.
ഞാൻ അത് ഇതിനെ പറ്റി കൊണ്ടുവരാൻ എൻ്റെ അറിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ.